ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF എത്ര സീറ്റുകൾ നേടും? ചാണ്ടി ഉമ്മനാണ് നമ്മോടൊപ്പം ഉള്ളത്. എത്ര നമ്പറാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഭൂരിപക്ഷം സീറ്റുകൾ UDF ആയിരിക്കും. 2020 ഭൂരിപക്ഷം. പത്തനംതിട്ടയിൽ എന്താണ് ഒരു സാധ്യത? സംശയമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ആൻഡോ ആന്റണിക്കാണ്. ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ആൻഡോ ആന്റണിക്ക്. ആ സംസാരത്തിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. അല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് ആൻഡോ ആന്റണിക്ക്, അത്രേ എനിക്കറിയാം. ആൻഡോ ആന്റണി സ്ഥിരം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് ചില പരാതികളൊക്കെ ഉന്നയിച്ചിരുന്നു. ഞാനത് ആവർത്തിക്കുന്നത്, ജനങ്ങൾ, പത്തനംതിട്ട ജനങ്ങൾ കോൺഗ്രസിന് അനുഭവമായിട്ടാണ് എന്നും നിന്നിട്ടുള്ളത്. ഈ പ്രാവശ്യവും ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ആൻഡോ ആന്റണിക്കാണ്. അനിൽ ആന്റണിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. കെ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം നേടിയ അത്രയും വോട്ട് അനിൽ ആന്റണി നേടുമോ? തോന്നുന്നില്ല. ആ സാഹചര്യം അല്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേശീയ സർക്കാരിനെതിരെ വലിയ വികാരം ഇന്ത്യയിലൊട്ടുക്കുണ്ട്. ഇവിടെ പത്തനംതിട്ടയിലും നിൽക്കുന്നുണ്ട്. തോമസ് ഐസക് കിഫ്ബി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഉയർത്തിക്കാട്ടി വോട്ട് തേടിയത്. അതായിരിക്കും പുള്ളിക്ക് വോട്ട് കുറയാൻ കാരണം. പുള്ളിക്ക് വോട്ട് കുറയാനുള്ള കാരണം അതൊക്കെ തന്നെയാണ്. കാരണം ഇവിടെ പെരുങ്കടത്തിലാക്കിയിട്ടാണ് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. 1.5 ലക്ഷം കോടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കടമെങ്കിൽ ഈ സർക്കാർ 4.5 ലക്ഷം കോടിയാക്കി മാറ്റിക്കുക. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടം. UDF 3 വട്ടം ഇവിടെ പ്രതിനിധീകരിച്ചിട്ടും വികസനമൊന്നും ഇല്ലെന്നാണ് അവർ പ്രധാനമായും LDF-ഉം ഒപ്പം തന്നെ NDA-യും ആരോപണങ്ങൾ ഉന്നയിച്ചത്. അവർ പ്രചരണത്തിൽ ഉന്നയിച്ച കാര്യം അതാണ്. വികസനത്തിൻ്റെ പല മാനദണ്ഡങ്ങളുണ്ട്. പുതുപ്പള്ളി വന്ന് വികസനം ഇല്ലാന്ന് പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല, വികസനം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വലിയ വികസനമാണ് മാനദണ്ഡം എന്ന് വെച്ചു. ആറന്മുള എയർപോർട്ട് ആരാ തടഞ്ഞേ? ആരാ അതിന് തുരങ്കം വെച്ചേ? ഇന്നിവിടെ ഈ പത്തനംതിട്ടക്കാർക്ക് ലോകത്തെമ്പാടും വന്ന് നേരിട്ട് ഫ്ലൈറ്റിൽ ഇറങ്ങാവുന്ന എയർപോർട്ട് ഈ നാട്ടിലുണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചതിന് എത്ര വർഷം മുമ്പ് തടഞ്ഞ? അപ്പോൾ അതാരാ തടഞ്ഞ്? MP ആണോ? ആൻഡോ ആണോ? അതോ കോൺഗ്രസ് ആണോ? BJP CPM കൊണ്ട് ചേർന്നാണ്. അന്ന് തൊട്ടുള്ള ഒത്തുകളിയാണ്. ആ ഒത്തുകളിയാണ് രണ്ടാമത്തെ ഭരണത്തിന് ഒരുക്കിയത്. ഈ ഒത്തുകളി ഈ ഇലക്ഷനിൽ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഓർത്തു, LDF-ന്റെ കൺവീനർ ജാവ്ദേക്കറുമായി സംസാരിച്ചിരിക്കുന്നു. അതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചിരിക്കുന്നു. 5 തവണ അദ്ദേഹം കണ്ടെന്ന് പറയുന്നു. അപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രത്യേകത വെച്ചാൽ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആർക്കും BJP പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. പാർട്ടിക്ക് പുറത്താകും. CPM-ൽ അത് പറ്റും. മുഖ്യമന്ത്രി ആയാലും ശരി, തൃശ്ശൂർ മേയറിലാണെങ്കിലും ശരി, LDF കൺവീനറാണെങ്കിലും ശരി, അവർ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ BJP-ക്ക് പിന്തുണ കൊടുക്കുക. ഈ NDA ഒപ്പം തന്നെ NDA LDF ഒരു ബാന്ധവം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന് UDF കരുതുന്നുണ്ടോ? അല്ല, ബാന്ധവം ഉണ്ടെന്നുള്ള തെളിവാണല്ലോ EP ജയരാജൻ ചർച്ച ചെയ്തിരിക്കുന്നത് ജാവ്ദേക്കറുമായി. യാഥാർത്ഥ്യങ്ങളല്ലേ, എല്ലാം പുറത്തു വരികയല്ലേ. പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്നപ്പോഴെല്ലാം പറഞ്ഞത് 2 അക്ക നമ്പർ നേടുമെന്നാണ്. ജനങ്ങളെന്തായാലും വോട്ട് ചെയ്തിട്ടില്ല. ഏതായാലും UDF വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഭൂരിപക്ഷം സീറ്റുകളും 2020 തന്നെ നേടുമെന്നാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.